ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് പിന്നാലെ കൊച്ചിയിൽ ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിലും കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സുരേന്ദ്രനെ കൈവിട്ടു. പാർട്ടി പുനഃസംഘടന നടക്കുന്നതിനാൽ അടുത്ത ഫെബ്രുവരി വരെ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് താൽക്കാലിക ധാരണ. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് പോലും ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിയത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം. കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിലും രൂക്ഷമായ വിമർശനം കെ സുരേന്ദ്രന് നേരെ ഉയർന്നു. പലപ്പോഴും സുരേന്ദ്രനെ പിന്തുണച്ചിരുന്ന വി മുരളീധരനും ഇത്തവണ കൈവിട്ടതായാണ് സൂചന. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രന്റെ വാക്കുകളും ഇത് വ്യക്തമാക്കുന്നവയായിരുന്നു. ഞാനിപ്പോൾ നേതൃമാറ്റം ഞാൻ വൈകുന്നേരം തെറിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അല്ലല്ല, നിങ്ങൾ കുറേ പേര് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സംഘടനയെ നോക്കാനല്ലേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ജോലിയല്ലേ? അതെന്താണ് സംഘടനയെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, പാർട്ടി പ്രവർത്തകരെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾക്കിപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കിട്ടാനുള്ളത്? ബി.ജെ.പിയുടെ താഴെത്തട്ട് മുതൽ സംസ്ഥാന തലത്തിൽ വരെ പുനഃസംഘടന നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സുരേന്ദ്രനെ അടിയന്തരമായി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന് ചില നേതാക്കൾ വിലയിരുത്തി. ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായി എന്ന് ബി.ജെ.പി. തന്നെ അംഗീകരിക്കുന്നതായി വിലയിരുത്തപ്പെടുമെന്നും അഭിപ്രായമുയർന്നു. ഇതോടെയാണ് ഫെബ്രുവരി വരെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന ധാരണ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ജില്ലാതല പുനഃസംഘടനയ്ക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തി വി മുരളീധരനെ വീണ്ടും പാർട്ടി അധ്യക്ഷനാക്കിയേക്കുമെന്നും സൂചനയുണ്ട്. ഗ്രൂപ്പ് നേതാക്കളായ പി.കെ. കൃഷ്ണദാസ്, എ.എൻ. രാധാകൃഷ്ണൻ, എം.ടി. രമേശ് എന്നിവർ ചൊവ്വാഴ്ചയിലെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. അതേസമയം അവരെ പിന്തുണയ്ക്കുന്ന ജില്ലാ ഭാരവാഹികൾ യോഗത്തിനെത്തുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.